അപ്പോൾ ഇനിയിപ്പോൾ മോദി വരികയാണ്. മോദി തിരുവനന്തപുരത്ത് വന്ന് നിർണായകമായുള്ള പ്രഖ്യാപനങ്ങൾ നടത്താൻ പോകുന്നു. പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം തിരുവനന്തപുരം നഗരത്തിന് മുഖച്ഛായ മാറ്റുന്ന വികസന പദ്ധതികളൊക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സമഗ്ര വികസനം, മാലിന്യ സംസ്കരണമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ സ്മാർട്ട് സിറ്റിയുടെ സെക്കൻഡ് ഫേസിൻ്റെ ഭാഗമായിട്ട് ഖരമാലിന്യ പദ്ധതി, അതായത് ഖരമാലിന്യ സംസ്കരണ പദ്ധതി, ഇതെല്ലാം ആവിഷ്കരിക്കും. പിന്നെ മെട്രോ നിലവിൽ കേൾക്കുന്നുണ്ട്. വളരെ സജീവമായി തന്നെ തിരുവനന്തപുരം മെട്രോയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അറിയാൻ സാധിക്കുന്നു. പിന്നെ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ വികസനങ്ങൾ, പിന്നെ ഹെൽത്ത്, അതുകൂടാതെ ആത്മീയ ടൂറിസം, IT മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുക. അതായത് കേന്ദ്ര പദ്ധതികൾ പരമാവധി വിനിയോഗിച്ച് തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതൊരു ക്രെഡിബിലിറ്റി ഉള്ള സംഭവം തന്നെയാണ്. കാരണം കേന്ദ്ര പദ്ധതികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വികസനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൽ തന്നെ നിർണായക പങ്ക് വെച്ചിരിക്കുന്ന കേന്ദ്ര പദ്ധതികളാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പലതും പേര് മാറ്റിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമായിട്ട് മാറും. പിന്നെ അത് കൂടാതെ സാംസ്കാരിക രംഗത്തും പിന്നെ ഈ നദികളുടെ ശുചീകരണം, അപ്പോൾ കരമനയാറ്, അതുകൂടാതെ കിള്ളിയാറ്, ഇതെല്ലാം ശുചീകരിച്ച് ഒരു ടൂറിസം അട്രാക്ഷനൊക്കെ വരുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക ഉത്തരേന്ത്യൻ മാതൃകയിൽ. അതൊക്കെ നിലവിൽ ഇപ്പോൾ പേപ്പറുകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു നിർണായകമായുള്ള പ്രഖ്യാപനം തന്നെയായിരിക്കും പ്രധാനമന്ത്രിയുടെ ഒരു വികസന രേഖയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം നടപ്പാക്കുമെന്നുള്ള കാര്യത്തിലും ഒട്ടും സംശയം വേണ്ട.